ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. ഞാനിവിടെ ബാംഗ്ലൂരാണ് ഉള്ളത്. എനിക്ക് കഴിഞ്ഞ 1 വീക്കായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരി ഇല്ല ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമുക്ക് എപ്പോഴും ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടുകാരികൾ ഇല്ലാത്തപ്പം സ്കൂളിൽ പോകാനാണെങ്കിലും ഒക്കെ ഒരു വിഷമം. അതുപോലെ 1 വീക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാത്തിരിക്കുകയായിരുന്നു സാറ്റർഡേ ആവാൻ വേണ്ടിയിട്ട്. നെറ്റ് ലാസ്റ്റ് സാറ്റർഡേ ആയി. പിന്നിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേസി സാറ്റർഡേ ആണ്. കാരണം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് പുറത്തിറങ്ങണം, വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോകണം. കാരണം ഒറ്റയ്ക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം ഐ ഫീൽ വെരി ഗ്ലൂമി. ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ഒരു ദിവസം കളഞ്ഞ പോലെ എനിക്കൊരു ഫീലിംഗാണ്. അതുകൊണ്ട് എന്തായാലും എവിടെയെങ്കിലും പോകണം എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഒരു കുട്ടി വ്ളോഗ് എടുക്കാം, എന്തുകൊണ്ടായിക്കൂടാ. ഞാൻ ദോശ ഉണ്ടാക്കുക. ദോശ കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. ഈശ്വരാ, ദോശ മൊത്തത്തിൽ കരിഞ്ഞല്ലോ ഗൈസ്. അയ്യോ ദോശ. അതെ, വ്ളോഗ് എടുക്കാൻ പോയതാ. ദോശ ഇപ്പം കരിഞ്ഞു. ദോശ, ചമ്മന്തിപ്പൊടി, ബുൾസൈ. കരിഞ്ഞ ദോശയ്ക്ക് പകരമായി ഞാനൊരു ബുൾസൈ ഉണ്ടാക്കി. ഇങ്ങനെ പുറത്ത് പോകണമെന്ന് നേരത്തെ വിചാരിച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കൊരു ഫൗണ്ടേഷൻ വാങ്ങണം. അപ്പം ഞാൻ കഴിഞ്ഞ വീക്ക് ലുലു മോളിൽ പോയിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ നിന്നപ്പം അവർ പറഞ്ഞു എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ ഇല്ല. ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ബാംഗ്ലൂരിൽ പോയി നോക്കാമെന്ന്. അപ്പം ഞാനിപ്പോൾ ഫൗണ്ടേഷൻ നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുറേ നാളായി എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റിയൊരു ഫൗണ്ടേഷൻ തപ്പി നടക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പോയി ഒരു ഫൗണ്ടേഷൻ കിട്ടുമോ നോക്കിയിട്ട് വരാം. ഞാൻ സക്സസ്ഫുള്ളി ഓട്ടോയിൽ കയറി. ഞാൻ പോകുന്നത് നെക്സസ് മാൾ കോർമംഗലയിലാണ്. ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും ഞാൻ നെക്സസ് മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. എന്നെപ്പോലെ പണിയൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായി. ഒരു പ്രീമിയം ബ്രാൻഡ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു ഇത്തവണത്തെ എൻ്റെ പ്ലാൻ. സാധാരണ ഞാൻ സെഫോറ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടാറാ പതിവ്. ഇവരുടെ കയ്യിൽ ഒരുപാട് ഇന്ത്യൻ സ്കിൻ ടോൺസിന് പറ്റിയ ഷെയ്ഡ്സ് ഉണ്ട്. ഇവരിത് ഇട്ട് തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാപ്പിയായി. സെഫോറയിൽ പോയിട്ട് കൺസീലറും ഫൗണ്ടേഷനും വാങ്ങിച്ചു. അപ്പം ഇപ്പം എൻ്റെ മുഖത്തെ വൃത്തികേടുകളൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സെഫോറ. പല്ലിലൊക്കെ ലിപ്സ്റ്റിക്ക് കിടക്കണം. എൻ്റെ കുറേ നാളത്തെ സങ്കടം മാറി. എൻ്റെ സ്കിൻ ടോണിനുള്ള ലിപ്സ്റ്റിക്ക് കിട്ടുന്നില്ല, എൻ്റെ സ്കിൻ ടോണിനുള്ള ഫൗണ്ടേഷൻ കിട്ടുന്നില്ല. ഇതൊക്കെയായിരുന്നു കുറേ നാളായിട്ടുള്ള എൻ്റെ വിഷമം. അത് ഏതായാലും മാറിക്കിട്ടി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായി വിശന്നു. പിന്നെ ഒരു മീൽസ് ഓർഡർ ചെയ്ത് അങ്ങ് കഴിച്ചു. എന്തായാലും നനഞ്ഞു, ഇനിയിപ്പം ഒന്ന് കുളിച്ചു കയറാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴൊക്കെ അല്ലേ, അതുകൊണ്ട് ഇന്ന് സെൽഫ് കെയർ ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നേരെ സല്ലില്ല. ഞാൻ മുടി വെട്ടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ അറിയുമ്പോൾ എന്നെ കൊല്ലുമായിരിക്കും. പക്ഷെ നമ്മളെ സെൽഫ് ലവ് ആണല്ലോ നമ്മുടെ മെയിൻ. ഞാൻ കല്യാണത്തിന് പോലും മുടി വെട്ടിയിട്ടില്ല. അതുകൊണ്ട് ഐ തോട്ട് ഓഫ് വെട്ടലിങ് മുടി. അറിയുമ്പോൾ അമ്മ ചിലപ്പോൾ കൊല്ലും. എന്നാലും സാരമില്ല, മുടിയല്ലേ വളരും. ഒരുപാടൊന്നും വെട്ടുന്നില്ലല്ലോ, ഇച്ചിരിയില്ലേ വെട്ടുന്നുണ്ട്. ഒരു ചേഞ്ച് വേണ്ട. എത്ര നാളെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഒരുപോലെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ലൈഫ് ഭയങ്കര മോണോട്ടോണസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്ന് തോന്നുമ്പോൾ പരീക്ഷണങ്ങൾ മൊത്തം നടത്താറുള്ളത് മുടിയില്ല. എല്ലാ ഗേൾസും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. ഇതിനുശേഷം ഫ്രണ്ട്സുമായിട്ടൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഡെയിലി സുഷി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ റാമൻ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ 4 പേരും 4 വഴിക്കായിട്ട് പിരിഞ്ഞു. ബാംഗ്ലൂരിലുള്ള ആൾക്കാരെല്ലാം പബ്ബിലാന്നൊരു കിംവദന്തി പൊതുവേ ഉണ്ട്. പക്ഷെ അതങ്ങനെയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.